ഇതിനകത്ത് എന്താ ഇത്ര ഇരുട്ട്? ഇതെന്താ സംഭവം? ഇത് എന്ത് സ്ഥലമാണെന്ന് പറഞ്ഞു തരാമോ? ഈ സ്ഥലത്തായിരുന്നു കാലങ്ങളായിട്ട് മെറ്റൽ ഷോ വെച്ചത്. രാജാവിന്റെ ഫാമിലിക്ക് അല്ലാതെ വേറൊരാൾക്കും ഇവിടെ വരാൻ സാധിക്കില്ല. പിന്നെ ആ കള്ളൻ ഇവിടെ എങ്ങനെ പ്രവേശിച്ചു? അതിനെ പറ്റി അന്വേഷിച്ചേ പറ്റൂ. വരൂ മോട്ടു, നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാം. വാ. എന്താ നോക്കുന്നത്? ശ്രദ്ധിച്ചു നോക്ക് മോട്ടു, തീർച്ചയായും എന്തെങ്കിലും ഒന്ന് കിട്ടും. ഓ സോറി വെരി സോറി. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടും? ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ എന്താണ്? ഒന്നുമില്ല. ഇവിടെ എന്താണ്? ഇതെന്താ സംഭവം? അതെന്താ അത്? ദേ, എന്താ ഇത്? ഇതാണ് ഐഡന്റിറ്റി കോയിൻ. ഇവിടെയുള്ള ഓരോ ആൾക്കാർക്കും ഇത് തന്നിരിക്കും. എന്ന് വെച്ചാൽ കള്ളൻ മെറ്റൽ വേൾഡിലെ ആള് തന്നെയാന്ന് തോന്നുന്നു. സയന്റിസ്റ്റ് ടിൻറ്റിന് കൊണ്ട് മാത്രമേ ഇത് ഉറപ്പിച്ചു പറയാൻ സാധിക്കൂ. ദേ, ഇത് ആരുടെ കോയിനാന്നുള്ള കാര്യം. ടിൻറ്റിൻ ചേട്ടാ, എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? ഇത് ആരുടെ ഐഡന്റിറ്റി കോയിനാണ്? ഈ ആംഗിൾ അടിപൊളിയാണ്. ഈ ആംഗിളും അടിപൊളിയാണ്. ഈ ഷോട്ട് അടിപൊളിയാണല്ലോ. മിക്കി, നീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് നടുവിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്? മര്യാദയ്ക്ക് ഒരു സൈഡിലേക്ക് മാറി നിൽക്ക്. ഇത് ആരുടെ കോയിനാണ് എന്ന് ഇപ്പൊ തന്നെ അറിഞ്ഞേക്കാം. ഈ കോയിന്റെ ഓണറിന്റെ പേര് ഒൻടാനിയോ. ഇദ്ദേഹമുള്ളത് മെറ്റൽ വേൾഡിന്റെ സൗത്ത് സോണിലാണ്. അങ്ങനെയായിരുന്നോ? എങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാം. അവൻ രക്ഷപ്പെട്ട് ഓടുന്നതിന് മുമ്പായിട്ട്. അല്ല, ഈ മിക്കി എവിടെ പോയി? മിക്കി, ഞാൻ ഇവിടെയുണ്ട്. ടോപ്പ് ആംഗിൾ ഷൂട്ട് ചെയ്യാണ്. ഞാനിപ്പോ താഴെ വീഴും. എന്നെ ആരെങ്കിലും പിടിക്കണേ. അതെ മോട്ടു ചേട്ടാ, എന്റെ എല്ലാ ആംഗിളും പോയി കിട്ടി. ടിൻറ്റിൻ സാർ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ വരൂ. നമുക്ക് എല്ലാവർക്കും കൂടെ പോയി ആ ആൻഡേരിയയെ കണ്ടുപിടിക്കാം. ഞാൻ ആരുടെ കാര്യത്തിലും ഇടപെടാറില്ല. അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും വരും. നിങ്ങൾ തമാശ പറയല്ലേ? നിങ്ങൾ ഇതിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാമല്ലോ. പോയി നിങ്ങളെ ജോലി നോക്കോ. എപ്പോ നോക്കിയാലും മറ്റവരെ കളിയാക്കിക്കൊണ്ട്. മര്യാദയ്ക്ക് ഇരുന്നോ, അല്ലെങ്കിൽ നിന്നെ ഒരു വഴിയാക്കി വയ്ക്കും. വരൂ, എല്ലാരും ഒരുമിച്ച് പോകാം. വലിയേട്ടനും കൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായത്. എത്ര അത്ഭുതകരമായ ഫ്ലൈയിങ് മെഷീനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സിൽവറട്ടോ ചേട്ടാ, ഒന്ന് സൂക്ഷിച്ച്. അത് എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങളെ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊണ്ടുപോകണേ. ഇതിന് ഒരുപാട് ദൂരം ഉണ്ടല്ലോ. ഇതാണ് കുൻടാരിയോന്റെ വീട്. ഷെടാ, വീട് പൂട്ടിയിരിക്കുകയാണല്ലോ. നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാലം അവൻ അറിഞ്ഞെന്നാ തോന്നുന്നേ. അതെ, പത്തിലും ഒന്നിങ്ങോട്ട് ഒന്ന് നോക്കിയേ. എത്ര മനോഹരമായ ടാഗ് സ്റ്റാച്യു ആണിത്. ഇങ്ങോട്ടൊന്ന് നോക്ക്. ഇത് എഴുന്നേറ്റ് നിൽക്കുന്നു. കണ്ണും കൂടി തുറന്ന് നോക്കുന്നുണ്ട്. അയ്യോ, ഇതിന് ജീവനുണ്ടായിരുന്നല്ലോ. രക്ഷിക്കണേ ചേട്ടാ, ഓടാതെ രക്ഷിക്കേ. എന്നെ വിട്ടേക്ക്. ഞാൻ നിനക്ക് പുട്ടും കടലയും പഴക്കം തരാം. ഇതാരാ ഇത്?
കമോൺ ഹ്യൂമൻസ്, നിങ്ങൾ എന്നെ വേട്ടയാടാൻ വന്നു. പക്ഷേ ഇപ്പോ ഞാൻ നിങ്ങളെ വേട്ടയാടാൻ പോകുന്നു. ഓടിക്കോ, എല്ലാവരും പെട്ടെന്ന് ഓടി വാ, ഓടി രക്ഷപ്പെടാ. എന്റെ അമ്മോ, അതെന്താ അറിയോട് ചേട്ടാ, ആ രണ്ട് ഡോഗിനെ എഴുന്നേൽപ്പിച്ച് വിട്ടില്ലേ, അതും പുറകിട്ടാണോ ഇതും പുറകെ വരുന്നത്? ഗൈസ്, വി ആർ ചേസ്ഡ് ബൈ മെറ്റൽ ഡോഗ്സ്. നിങ്ങൾ മുമ്പ് ഇതൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല. കീപ് വാച്ചിങ്, ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. സ്റ്റോപ്പ് ചേസിംഗ്. എന്റെ അമ്മോ, സിംഗർ സാർ, സിംഗർ സാർ എഴുന്നേക്ക്. എന്താ അതെ സിംഗർ സാർ, എന്തിനാണ് ഈ നേരത്തെ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്തത്? നമുക്ക് രക്ഷപ്പെടാം സാർ. എനിക്ക് ഒറ്റയ്ക്ക് എന്നെ ഓടി രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഈ സിംഗർ സാറിനെ വെച്ചോണ്ട് ഞാൻ എങ്ങനെ ഓടും? അവരുടെ കയ്യിൽ നമ്മൾ പിടിക്കപ്പെടുമെന്ന് ഉറപ്പാ. മോട്ടു വേഗം ഓട്, ഡോഗീസ് നിങ്ങളുടെ പുറകെ ഉണ്ട്. പ്ലീസ് കടിക്കില്ലേ, അയ്യോ അയ്യോ. വേണ്ട, കടിക്കല്ലേ. അതെന്താ സംഭവം? ആരാ വന്നിരിക്കുന്നേ? ഒന്ന് പെട്ടെന്ന് വന്ന് വണ്ടി കയറ്. ഓക്കെ വരൂ. താങ്ക് യു സുരണ്ടോ ചേട്ടാ. ചേട്ടൻ എവിടുന്നാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്ക് എല്ലാ വശത്തും കണ്ണുകളുണ്ട്. എല്ലാ വശത്തു നിന്നും എനിക്ക് ഇൻഫർമേഷൻസും കിട്ടും. നിങ്ങളെ എല്ലാവരും രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? അയ്യോ വീണ്ടും തുടങ്ങിയല്ലോ, രക്ഷിക്കണേ. മോട്ടു, നീ ഈ വണ്ടി ഓടിക്ക്. നിങ്ങളുടെ ലോകത്തെ നോർമൽ കാർ പോലെ തന്നെയാ. ഞാൻ അവനെ നോക്കിക്കോളാം. രോഹി, ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. എന്റെ അമ്മോ, വണ്ടിയുടെ സ്പീഡ് ഒന്ന് കൂടട്ടെ. എന്തത്? മോട്ടു, വണ്ടി നിർത്തല്ലേ, ഓടിച്ചോണ്ടേയിരിക്ക. വേഗം വിട് മോട്ടു, സ്പീഡ് കൂട്ട മോട്ടു. എന്റെ അമ്മ, മോട്ടു ഒന്ന് വേഗം വിട്ടേ. എന്താ പറ്റിയ മോട്ടു? ഈ വണ്ടി എന്താ മുന്നോട്ട് പോകാത്തത്? മോട്ടു എല്ലാ പവറും ഉപയോഗിച്ച് ഓടിക്ക. മോട്ടു, അല്ല എന്താ ഇത് പുറകിലേക്കാണല്ലോ പോകുന്നേ. എല്ലാവരും കാറിൽ നിന്ന് ചാട്, വേഗം. ഈ സ്പീഡ് ബെൽറ്റ് എങ്ങനെ ഊരുന്നത്? ഇതിനെ കുറിച്ച് സൊറോണ്ടോ പറഞ്ഞു തന്നിട്ടില്ല. എന്റെ അമ്മോ, ഹെൽപ്പ്. ഗൈസ്, ആസ് യു ക്യാൻ സീ, വി ആർ ട്രാപ്ഡ്. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ബൈ ബൈ, നിങ്ങൾ എല്ലാവർക്കും ബൈ. ഓൾവേസ് ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. എല്ലാവരും ട്രൈ ചെയ്യൂ. സീറ്റ് ബെൽറ്റ് അഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ചാടിക്കോ വേഗം. മോട്ടു എവിടെ? മോട്ടു, എന്റെ കാല് കുടുങ്ങിപ്പോയി. പത്തിലോ എന്റെ കാൽ ഊരി വരുന്നില്ല. വന്നു. മോട്ടു, മോട്ടു, മോട്ടു വേഗം താഴേക്ക് ചാട്. പത്തിലോ ഞാൻ നിന്നെ പിടിച്ചു മോട്ടു.
നമുക്ക് ഒരിക്കൽ കൂടി കാണാം മോട്ടു പത്ലു. ശ്രദ്ധിക്കൂ റിപ്പോർട്ടർ സുന്ദരി, നിങ്ങൾക്കുള്ള ചൂടുള്ള വാർത്തയുമായി ഇത് എത്തിയിരിക്കുന്നു. ലോകം മുഴുവൻ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ലോകത്തിലുള്ള എല്ലാ മെറ്റലുകളും തുരുമ്പിക്കുന്നു. അയ്യോ അമ്മേ, ഈ ഡാം നമ്മുടേത് പോലെ ആണല്ലോ. നോക്കിക്കേ, ഇതിന്റെ ഭിത്തിയിലും ക്രാക്സ് ഉണ്ടാകുന്നുണ്ട്. ചേട്ടാ എന്റെ അമ്മോ, എന്തൊക്കെയാ അവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? ഇത് നമ്മുടെ ഡാം പോലെയല്ല, നമ്മുടെ ഡാം തന്നെയാ. അങ്ങോട്ട് നോക്കിയേ, നോക്ക്. പ്രേക്ഷകരെ, നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഫുർഫുറി നഗർ ഡാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, ഇത് അറിയണമെങ്കിൽ കാണണം ഫുർഫുറി നഗർ ന്യൂസ്. നമ്മള് പോകുന്ന കാര്യം ആരോ ഓണ്ടാരിയൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആരാണ്? അതെ, ആരോ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എന്തിന്? ആരാണത്? ആരാണത്? ആലോചിക്കേണ്ട കാര്യം ഒന്ന് മാത്രമാണ്. അത് ആരായിരിക്കും? അതെ, ആലോചിക്കേണ്ട കാര്യം ഒന്ന് മാത്രമാണ്. ഓണ്ടോറിയുടെ കൈകൊണ്ട് നമ്മൾ മരിക്കണമെന്ന് ആരൊക്കെയോ വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓണ്ടാരിയോ നമ്മുടെ കൈ കൊണ്ട് മരിക്കണമെന്ന് ആരോ വിചാരിക്കുന്നുണ്ട്. എന്നാൽ അത് ആരാണ്? അതെ, ശരിയാണ്. അതാരായിരിക്കും? അതാരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതെ, ആരായിരിക്കും? എന്റെ മോട്ടു, നീ ചോദ്യത്തിന് ഉത്തരമാണ് പറയേണ്ടത്, അല്ലാതെ ഞാൻ ചോദിക്കുന്നത് തിരിച്ചു പറയല്ല. പത്തിലും വെറും വയറ്റിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല എന്ന് നിനക്ക് അറിയില്ലേ? നീ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ആലോചിക്കേ. പത്രു ചേട്ടാ, നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് ഒന്ന് കാണിച്ചേ പ്ലീസ്. ഐഡിയ. Watch India's largest kids library only on Jio Hotstar. Download the app now.